മൂന്നാമത്തെ എപ്പിസോഡിന്റെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് ഒരു ഫൈറ്റ് കാണാൻ വേണ്ടി വന്നിട്ടുള്ള യോഹാനെയാണ്. കോമ്പറ്റീഷന്റെ ഇടയ്ക്ക് ഫൈറ്റേഴ്സിൽ ഒരാൾക്ക് പരിക്ക് പറ്റുന്നത് കാരണം യോഹാൻ അങ്ങോട്ടേക്ക് വന്നു നോക്കുന്നു. റൗണ്ട് 3 തുടങ്ങുന്നതിന് മുന്നേ ഉള്ള ബ്രേക്കാണത്. പരിക്ക് പറ്റിയ ആള് എനിക്കൊന്നും കാണാൻ പറ്റുന്നില്ല എന്ന് പറയുന്നു. എന്നാ നീ തീർന്നു, നിന്റെ കണ്ണിലിപ്പോ വന്നുകൊണ്ടിരിക്കുന്ന ബ്ലഡ് ഇപ്പൊ കളഞ്ഞിട്ടില്ല എന്നാണെങ്കിൽ നിനക്കിനി ഒരിക്കലും കണ്ണ് കാണാൻ പറ്റില്ല എന്ന് റിങ്ങിന്റെ പുറത്ത് നിന്നുകൊണ്ട് യോഹാൻ പറയുന്നു. ആ ഫൈറ്ററിന്റെ കൂടെയുള്ള സ്റ്റാഫ് നീ ഡോക്ടറാണോ എന്ന് ചോദിക്കുന്നു. ഡോക്ടറൊക്കെ തന്നെയാണ്, പക്ഷെ കണ്ണിന്റെ ഡോക്ടറല്ല എന്ന് പറഞ്ഞ് യോഹാൻ അവിടുന്ന് പോകാൻ നിൽക്കുന്നു. എങ്കിലും താൻ ഡോക്ടർ തന്നെയല്ല, ഈ ബ്ലഡ് കളഞ്ഞു തരണം, മാച്ച് കഴിഞ്ഞിട്ടില്ല എന്ന് ഫൈറ്റർ റിക്വസ്റ്റ് ചെയ്യുന്നു. യോഹാൻ റിങ്ങിലേക്ക് വന്നതിന് ശേഷം തനിക്ക് പേഷ്യന്റിനെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെല്ലാം സാധനം ആവശ്യമുണ്ടോ അതെല്ലാം സ്റ്റാഫിനോട് പറയുന്നു. ഈ സമയത്ത് സ്റ്റാഫ്സിൽ ഒരാള് താൻ കണ്ണിന്റെ ഡോക്ടർ അല്ലാന്നല്ലേ പറഞ്ഞേ, സർജൻ ആണോ, പിന്നെ ഇതെങ്ങനെ മാനേജ് ചെയ്യും എന്നെല്ലാം ഡൗട്ട് ചോദിക്കുന്നത് കേട്ട് യോഹാൻ, ഞാൻ ഇപ്പൊ ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടേ ഉള്ളൂ, നിങ്ങൾ വിചാരിക്കുന്നതിലപ്പുറം ഒരുപാട് ട്രീറ്റ്മെന്റ് ഞാൻ അവിടുന്ന് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞ് അപ്പൊ നമുക്ക് അനസ്തേഷ്യ എടുത്താലോ എന്ന് പേഷ്യന്റിനോട് ചോദിക്കുന്നു. നെക്സ്റ്റ് സീനിൽ യോഹാനെ ഹയർ ചെയ്യുന്നതിന് മുന്നേ ഉള്ള മീറ്റിംഗ് ആണ് കാണിക്കുന്നത്. ഷിയോങ്ങിന്റെ അമ്മയാണ് ആ ഹോസ്പിറ്റലിന്റെ ചീഫ്. യോഹാന്റെ പാസ്റ്റ് കാരണം തന്നെ മീറ്റിംഗിന് പങ്കെടുത്തുള്ള ഭൂരിഭാഗം ഡോക്ടേഴ്സും ഈ ഒരു തീരുമാനത്തെ എതിർക്കുന്നുണ്ട്. അവന്റെ ഡോക്ടേഴ്സിന്റെ ലൈസൻസ് പുതുക്കി കിട്ടിയിട്ടുണ്ട്. ഒരു ഡോക്ടർ അവനൊരു കൊലപാതകയാണ്, ഡോക്ടർ അല്ല എന്ന് പറയുന്നു. ഷിയോങ്ങിന്റെ അമ്മ നമ്മുടെ രാജ്യത്ത് എക്സാമും കഴിഞ്ഞ് ഡോക്ടേഴ്സിന്റെ ലൈസൻസും കയ്യിലുണ്ട് എന്നാണെങ്കിൽ അയാൾ ഡോക്ടർ തന്നെയാണ്. അതായത് യോഹാൻ ഒരു ഡോക്ടറാണ്, അതും നല്ല കഴിവുള്ള ഒരു ഡോക്ടറാണ്. നിങ്ങളെല്ലാവരും മറന്നുപോയോ 3 വർഷം മുന്നേ, അതായത് ഈ ഒരു ഇൻസിഡന്റ് സംഭവിക്കുന്നതിന് മുന്നേ പെയിൻ മാനേജ്മെന്റ് ഇത്രയും ഫേമസ് ആയത് ആ ഒരു ഡോക്ടറിന്റെ കഴിവുകൊണ്ടാണ് എന്ന് പറയുന്നു. ഷിയോങ്ങിന്റെ ആന്റിയും അതെ, അവനൊരു പേരും ഉണ്ടായിരുന്നു, ഡോക്ടർ 10 സെക്കൻഡ്സ്. അവൻ 10 സെക്കൻഡിന്റെ ഉള്ളിൽ പേഷ്യൻസിനെ സ്കാൻ ചെയ്തത് അവർക്ക് എന്ത് വേദനയാണ്, ആ വേദനയുടെ കാരണം എന്താണ് എന്നെല്ലാം 10 സെക്കൻഡ് കൊണ്ട് അവൻ കണ്ടുപിടിക്കും എന്ന് പറയുന്നു. ഷിയോങ്ങിന്റെ അമ്മ എന്തുകൊണ്ടാണ് നമ്മുടെ ഹോസ്പിറ്റലിന്റെ പെയിൻ മാനേജ്മെന്റ് സെന്ററിന്റെ പ്രൊഫസറായിട്ട് അവനെ ഹയർ ചെയ്തത് എന്നുള്ളതിന്റെ കാരണം മനസ്സിലാക്കാൻ ഇതെല്ലാം തന്നെ ധാരാളമാണ്. മാത്രമല്ല ഒരു റെക്കമെൻഡേഷനും ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. മുൻ ആരോഗ്യ വകുപ്പ് മന്ത്രിയാണ് യോഹാന് വേണ്ടിയിട്ട് റെക്കമെൻഡ് ചെയ്തിട്ടുള്ളത്. ഷിയോങ്ങിന്റെ അമ്മയെ പഠിപ്പിച്ച ടീച്ചറാണ്. ടീച്ചർ മാത്രമല്ല ഒരു റോൾ മോഡലാണ്, ദൈവത്തെ പോലെയാണ് എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഷിയോങ്ങിന്റെ അമ്മയ്ക്ക് ഒരിക്കലും ഈ ഒരു റെക്കമെൻഡേഷൻ നോ പറയാൻ പറ്റില്ല. എന്നാൽ എന്തുകൊണ്ടാണ് യോഹാന് ഈ ഒരു മിനിസ്റ്റർ റെക്കമെൻഡ് ചെയ്തത് എന്ന് ആർക്കും തന്നെ അറിയില്ല. എന്തായിരിക്കും അതിന്റെ റീസൺ എന്നും മറ്റും 2 ഡോക്ടേഴ്സ് തമ്മിൽ സംസാരിക്കുന്നുണ്ട്. ഇവിടെ മിസ്റ്റർ ജു, അതായത് നമ്മുടെ ഫൈറ്റർ ഇല്ലേ, അദ്ദേഹം പരിക്ക് പറ്റിയിട്ട് വീണ്ടും ഹോസ്പിറ്റലിലേക്ക് വരും. കാലിനാണ് പരിക്ക് പറ്റിയിരിക്കുന്നത്, കണ്ണും വേദനിക്കുന്നുണ്ട് എന്ന് പറയുന്നത് കാരണം അവിടെ ഉണ്ടായിരുന്ന ഡ്യൂട്ടി ഡോക്ടർ ചെക്ക് ചെയ്ത് നോക്കാൻ നിൽക്കുന്നു. എന്നാൽ മിസ്റ്റർ ജു ഒരു കണ്ണിന്റെ ഡോക്ടറെ വിളിക്ക്, ഒരു അനസ്തേഷ്യോളജിസ്റ്റിനെയും, അതായത് ചാ യോഹാനെ എന്ന് പറയുന്നു. ഈ ഹോസ്പിറ്റലിലെ യോഹാന്റെ ഫസ്റ്റ് ഡേ ആണ്. ഡോക്ടേഴ്സിന്റെ കോട്ടും നെയിം ടാഗും ഒക്കെ അവന് കിട്ടിയിട്ടുണ്ട്. ഷിയോങ് അവനെ തന്നെയാണോ കണ്ടത് എന്ന് ഉറപ്പില്ല, എന്നാലും അത് ഉറപ്പ് വരുത്താൻ വേണ്ടി അവന്റെ പുറകെ പോകുന്നു. അവസാനം യോഹാനും ഷിയോങ്ങും മീറ്റ് ചെയ്യുന്നു. ഷിയോങ് ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിന്റെ പ്രൊഫസറായിട്ടാണല്ലേ നിങ്ങളെ ഹയർ ചെയ്തിട്ടുള്ളത് എന്ന് ചോദിക്കുന്നു. യോഹാൻ അതെ, നമ്മൾ വീണ്ടും കണ്ടല്ലോ എന്ന് പറയുന്നു. ഇവർ രണ്ടുപേരും സംസാരിക്കുന്നതിന്റെ ഇടയിലേക്ക് ഒരു ഡോക്ടർ വരുന്നു. ഞങ്ങളുടെ പ്രൊഫസർ ഡോക്ടറെ വിളിക്കുന്നുണ്ട് എന്ന് ആ വന്ന ഡോക്ടർ പറയുന്നു. മിസ്റ്റർ ജൂവിന് വേണ്ടിയിട്ടായിരുന്നു ആ ഒരു വിളി. അവനെ ഒഫീഷ്യലായിട്ട് മറ്റു ഡോക്ടേഴ്സിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിന്റെ മുന്നേ തന്നെ ഇപ്പൊ പേഷ്യന്റിനെ ചെക്ക് ചെയ്യാൻ വേണ്ടി വന്നേക്കുവാണ്. അതുകൊണ്ട് തന്നെ മറ്റു ഡോക്ടേഴ്സിന് ഇവൻ ആരാണെന്ന് അറിയത്തില്ല. അവൻ മിസ്റ്റർ ജൂവിന്റെ റൂമിലേക്ക് വന്നപാടെ അദ്ദേഹത്തിന്റെ കണ്ണ് പരിശോധിച്ചു നോക്കുന്നു. ഇന്ന് രാവിലെ മുതൽ കണ്ണ് തുറക്കാൻ പറ്റുന്നില്ല, എല്ലാം ബ്ലറായിട്ടാണ് കാണുന്നത്. മാത്രമല്ല ഞാനൊന്ന് തലയിറങ്ങി വീഴുകയും ചെയ്തു എന്ന് മിസ്റ്റർ ജൂ പറയുന്നു. കണ്ണ് ടെസ്റ്റ് ചെയ്ത സമയത്ത് റിസൾട്ട് എല്ലാം നോർമൽ ആയിട്ടാണ് വന്നിട്ടുള്ളത്, എന്നാൽ മര്യാദയ്ക്ക് കാണാൻ പറ്റുന്നില്ല. അവിടെയുള്ള ഡോക്ടേഴ്സ് ഈ കാര്യങ്ങൾ പറയുന്നതിന് മുന്നേ തന്നെ യോഹാൻ അങ്ങോട്ടേക്ക് ഈ കാര്യം ചോദിക്കുകയാണ് ചെയ്തത്. എന്നിട്ട് അവൻ എന്തോ ആലോചിച്ച് നിൽക്കുന്നു. ഇവിടെ അനസ്തേഷ്യോളജി ഡിപ്പാർട്ട്മെന്റിന്റെ ഡോക്ടേഴ്സ് എല്ലാം തന്നെ കോൺഫറൻസ് റൂമിൽ ഇരിക്കുവാണ്. ഷിയോങ്ങും ഉണ്ട് കൂടെ. ഷിയോങ് മാറിയിരിക്കുവാണ്. അങ്ങോട്ടേക്ക് ആരോ നടന്നു വരുന്നു. യൂൻജൂനാണത്. അവൻ അവളെ ഞെട്ടിക്കാൻ ശ്രമിക്കുന്നു, അവളെ ഞെട്ടുന്നുമുണ്ട്. യൂൻജൂനെ അവിടെ കാണുന്നു. ഷിയോങ് വിചാരിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല. ഷിയോങ് മുടിയൊക്കെ വെട്ടിയോ എന്ന് ചോദിച്ച് നീയും ഈ ഹോസ്പിറ്റലിൽ അപ്ലൈ ചെയ്തോ എന്ന് ചോദിക്കുന്നു. അപ്ലൈ ചെയ്തു, പാസ്സായി, അതുകൊണ്ടാണ് ഞാനിപ്പോ ഇവിടെ നിൽക്കുന്നത്. പിന്നെ ഇപ്പൊ നീ പറഞ്ഞ നീയും എന്നല്ലേ, അപ്പൊ അതിനർത്ഥം നീയും കണ്ടോ ആ 62:38 എന്ന് ചോദിക്കുന്നു. നിനക്കും അറിയോ എന്ന് ഷിയോങ് അവനോട് ചോദിക്കുന്ന ഈ സമയത്താണ് ഷിയോങ്ങിന്റെ അമ്മയും മറ്റ് സീനിയർ ഡോക്ടേഴ്സും ആ ഹാളിലേക്ക് വരുന്നത്. സോ എല്ലാവരും തങ്ങളുടെ സീറ്റിലിരിക്കുന്നു. ഇപ്പൊ മീറ്റിംഗ് തുടങ്ങുന്നു. ഷിയോങ്ങിന്റെ അമ്മ എല്ലാവരോടുമായി എനിക്ക് 2 പേരെ ഇൻട്രൊഡ്യൂസ് ചെയ്യാനുണ്ട്, ഒരാൾ ലേറ്റ് ആവും എന്ന് പറഞ്ഞ് യൂജുവിനോട് അവനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറയുന്നു. അവനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. എല്ലാവരും ക്ലാപ്പ് ചെയ്യുന്നു. ഈ ഒരു സമയത്താണ് യോഹാൻ പെട്ടെന്ന് അങ്ങോട്ടേക്ക് കയറി വരുന്നത്. എല്ലാവരും തന്നെ അവന് പലതരം ഭാവത്തോടെയാണ് നോക്കുന്നത്. ഈ ഒരു സമയത്ത് വെറിയായ അവൻ ഷിയോങ്ങിനെ കാണുമ്പോഴാണ് ഒന്ന് കാമാവാൻ ശ്രമിക്കുന്നത്. ചീഫ് മീൻ, അതായത് ഷിയോങ്ങിന്റെ അമ്മ യോഹാനോട് അവനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറയുന്നു. അവൻ സ്റ്റേജിലേക്ക് കയറുന്നു. എന്നാൽ അവനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയല്ല ചെയ്യുന്നത്, മാർക്കർ എടുത്ത് വൈറ്റ് ബോർഡിന്റെ അങ്ങോട്ടേക്ക് പോകുകയാണ് ചെയ്യുന്നത്. കണ്ണിന്റെ ചിത്രം വരയ്ക്കുന്നു. കൂടെ തന്നെ ഫൈറ്ററായ മിസ്റ്റർ ജൂവിന്റെ കണ്ടീഷനെ കുറിച്ച് സംസാരിക്കുന്നു. യോഹാനെ അപ്പോയിന്റ് ചെയ്യുന്നതിൽ അങ്ങേയറ്റം എതിർത്ത ആ ഡോക്ടർ
നീ എന്തിനാ ഇപ്പൊ ഞങ്ങളോട് ഇത് പറയുന്നത്? അത് ഞങ്ങളുടെ പേഷ്യന്റ് അല്ല, ഞങ്ങളുടെ പേഷ്യന്റ് അല്ലാത്ത ഒരാളെ ഞങ്ങൾ ട്രീറ്റ് ചെയ്യാനും പോയിട്ടില്ല എന്ന് പറയുന്ന ഈ ഒരു സമയത്ത് ആരുടെയോ ഫോൺ റിങ് ചെയ്യുന്നു. ആ ഡോക്ടർ ദേഷ്യത്തോടെ ആരുടെ ഫോണാ റിങ് ചെയ്യുന്നേ എന്ന് ചോദിക്കുന്നു. യോഹാന്റെ ആയിരുന്നു. അവൻ ഈ കാര്യമൊന്നും മൈൻഡ് ചെയ്യാതെ ആ കോൾ എടുത്ത് സംസാരിക്കുന്നു. കോള് കട്ട് ചെയ്തതിനു ശേഷം അവൻ വീണ്ടും ഒന്ന് ചിന്തിച്ചുകൊണ്ട് പേഷ്യന്റിന്റെ കാഴ്ച നോർമൽ ആയിട്ടുണ്ട് എന്ന് പറയുന്നു. ഷിയോങ്ങിന്റെ ആന്റി കൊള്ളാലോ, അതൊരു നല്ല ന്യൂസ് ആണല്ലോ എന്ന് പറയുന്നു. എന്നാ യോഹാൻ ഒരിക്കലും അല്ല, അവൻ എന്തോ ഒരു കാരണം കൊണ്ടാണ് പെട്ടെന്ന് കാഴ്ച പോയതും തലകറങ്ങി വീണതും അല്ല. യാതൊരു ചികിത്സയും കൂടാതെ കാഴ്ച തിരിച്ചു കിട്ടുകയും ചെയ്തു. ഇത് നോർമൽ ആണ് എന്നാണോ നിങ്ങൾ പറയുന്നത്? ഈ ഒരു കാര്യത്തെക്കുറിച്ച് ആർക്ക് എന്ത് കാര്യം പറയാനാണെങ്കിലും എന്നെ കോൾ ചെയ്യാവുന്നതാണ് എന്ന് പറഞ്ഞ് കഴിഞ്ഞതിന് ശേഷമാണ് ഞാനാണ് പെയിൻ സർജറിയുടെ ചാർജ്, പേര് യോഹാൻ എന്ന് പറഞ്ഞ് അവരെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇപ്പൊ മീറ്റിംഗ് കഴിയുന്നു. ചീഫ് മീൻ യോഹാനുമായി സംസാരിക്കുന്നു. ചീഫ് മീൻ, നിനക്ക് 10 ലൈസൻസ് ഉണ്ടോ? അതോ ഒരെണ്ണം കളഞ്ഞ് വീണ്ടും അപ്ലൈ ചെയ്യാം, അതും കളഞ്ഞ് വീണ്ടും അപ്ലൈ ചെയ്യാം എന്നെങ്ങാനാണോ ചിന്തിക്കുന്നത്? ഓക്കെ, അത് നിന്റെ കാര്യമാണ്, നിനക്ക് വേറെ ലൈസൻസ് എടുക്കാം. എന്നാൽ ഈ ഒരു ഹോസ്പിറ്റലിൽ ഇത് നിന്റെ ഏക ചാൻസ് ആണ് എന്ന് പറയുന്നത് കേട്ട് യോഹാൻ ഈ ഒരു ചാൻസ് തനിക്ക് കിട്ടാനുള്ള റീസണെ കുറിച്ച് ചോദിക്കുന്നു. 3 വർഷം മുന്നേ നടന്ന കേസിൽ നീ പറഞ്ഞില്ലേ നീ കുറ്റം ചെയ്യുവല്ല ചെയ്തത്, നിയമം ലംഘിക്കുക മാത്രമാണ് ചെയ്തത് എന്ന്. അതിനോട് ഞാനും യോജിക്കുന്നുണ്ട്. നീ നിയമം ലംഘിച്ചു, അതിനുള്ള പണിഷ്മെന്റ് നിനക്ക് കിട്ടി. ആ പണിഷ്മെന്റ് നീ സ്വീകരിച്ചു. ഇപ്പൊ നീ ജോലിക്ക് തിരിച്ചു വരികയും ചെയ്തു, മറ്റാരെക്കാളും നന്നായിട്ട് എന്നൊരു ആൻസർ കൊടുത്തുകൊണ്ട് ചീഫ് മീൻ അവിടുന്ന് പോകുന്നു. അമ്മ പോകുന്നത് നോക്കി വെയിറ്റ് ചെയ്യുമായിരുന്നു ഷിയോങ്. യോഹാൻ ഒറ്റയ്ക്കാണെന്നുള്ളത് കണ്ട് ഇപ്പൊ അവൾ അങ്ങോട്ടേക്ക് കയറാൻ നിൽക്കുന്നു. എന്നാൽ അവൾക്ക് അതിന് സാധിക്കുന്നില്ല. അവളെ ആരോ അതിനു മുന്നേ തട്ടി മാറ്റുന്നു. മറ്റാരുമല്ല, യൂൻജൂൻ. ഞാൻ ഫസ്റ്റ് പോകും, നീ സെക്കൻഡ് ഇയറിൽ എത്തിയിട്ടുള്ളൂ, ഞാൻ നിന്റെ സീനിയറാ എന്ന് പറഞ്ഞ് അവനകത്തേക്ക് കയറുന്നു. യൂൻജൂൻ യോഹാനെ കാണുന്നതും അവനോട് അതെ ഞാൻ തന്നെയാണ് 6238 എന്ന് കോൺഫിഡൻസോടുകൂടെ പറയുന്നു. എന്നാൽ യോഹാൻ ആരായിരുന്നു എന്നൊരു ഡൗട്ടോടുകൂടെ ചോദിക്കുന്നതും യൂൻജൂന്റെ കോൺഫിഡൻസ് ആകെ മൊത്തം തകരുന്നു. താനുണ്ടായിരുന്ന ഹോസ്പിറ്റലിന്റെ അടുത്ത് വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഡോക്ടറാണ് ഞാൻ എന്ന് യൂൻജൂന് ഓർമ്മപ്പെടുത്തി കൊടുക്കുന്നു. എനിക്ക് ഓർമ്മയുണ്ട്, ഇടയ്ക്കിടയ്ക്ക് രോഗികളെ മിസ്ഡയഗ്നോസ് ചെയ്തുകൊണ്ടിരുന്ന ഡോക്ടറല്ലേ എന്ന് യോഹാൻ ചോദിക്കുന്നത് കേട്ട് യൂൻജൂൻ ഓ വേണ്ടായിരുന്നു എന്നാണ് ചിന്തിക്കുന്നത്. യോഹാൻ അവനെ ഇവിടെ കാണേണ്ടി വരുമെന്ന് പ്രതീക്ഷിച്ചിട്ടേ ഇല്ല. സോ അവൻ എങ്ങനെയാ ഇവിടെ എത്തിയെന്ന് ചോദിക്കുന്നു. ഞാൻ നിന്നെ തോൽപ്പിക്കാൻ വേണ്ടി വന്നതാ. കഴിഞ്ഞ ഹോസ്പിറ്റലിൽ എനിക്കൊരു വലിയ അഡ്വാൻറ്റേജ് ഉണ്ടായിരുന്നു. എനിക്ക് രോഗികളെ കാണായിരുന്നു, അവരെ ചികിത്സിക്കായിരുന്നു. എന്നാൽ നീ അതെല്ലാം അഴികൾക്കിടയിലൂടെ ഒളിഞ്ഞു കേൾക്കുമായിരുന്നു, എന്നിട്ട് എന്നെ തിരുത്തുമായിരുന്നു. നീ പറയുന്നത് ശരിയായിട്ടുണ്ടായിരുന്നു. അതെങ്ങനെയാ എനിക്ക് ഫീൽ ആയെന്ന് നിനക്കറിയോ എന്ന് യൂൻജൂൻ ചോദിക്കുന്നു. എനിക്കെങ്ങനെ അറിയാനാ, എനിക്കിതുവരെ അത് ഫീൽ ആയിട്ടില്ല എന്ന് പറഞ്ഞ് യോഹാൻ അവിടുന്ന് പോകാൻ നിൽക്കുന്നു. യൂൻജൂൻ വീണ്ടും പുറകെ പോയി ഇപ്പൊ നീ പ്രൊഫസറാണ്, ഞാൻ നിന്റെ ജൂനിയറാണ്. ഒരു ജൂനിയർ പ്രൊഫസറെ വെല്ലുവിളിക്കാന്നൊക്കെ പറയുന്നത് അസംബന്ധമായിട്ടൊക്കെ തോന്നും. എന്നാലും ഞാൻ പറയുമോ, സത്യമായിട്ടും ഞാൻ പറയാ, ഒരു ദിവസം നീ തെറ്റായ രോഗനിർണയം നടത്തുന്നത് ഞാൻ കറക്റ്റ് ചെയ്യും എന്ന് പറയുന്നു. യോഹാൻ എനിക്കതിൽ ഡൗട്ട് ഉണ്ട്, എന്നാലും നീ ഈ ഒരു കാര്യം ഓർക്കണം. ഒന്നാമത്തത് രോഗനിർണയം എന്ന് പറയുന്നത് ഒരു കോമ്പറ്റീഷൻ അല്ല. രണ്ടാമത്തത് സ്റ്റൈൽ മാറ്റിയെന്ന് കരുതി സ്കില്ലൊന്നും കൂടാൻ പോണില്ല എന്ന് പറഞ്ഞ് അവന്റെ കോളർ നോക്കി ഇതെന്തോന്നാ ഫാഷനാ എന്നും ചോദിച്ച് യോഹാൻ അവിടുന്ന് പോകുന്നു. യൂൻജൂൻ അവൻ പോകുന്ന വഴി നോക്കി രോഗനിർണയം എന്ന് പറയുന്നത് കോമ്പറ്റീഷൻ അല്ല എന്നോ? ഉഫ്, അവനെന്ത് കൂളാ എന്ന് പറഞ്ഞ് യോഹാൻ പറഞ്ഞ കാര്യം എഴുതി വെക്കുന്നു. യൂൻജൂൻ അടിയുണ്ടാക്കാൻ വേണ്ടി വന്നതൊന്നുമല്ല, ഫാൻ ബോയ് ആയി വന്നതാണ്. യോഹാൻ ഹാളിൽ നിന്ന് പുറത്തേക്ക് വരുന്നതും ഷിയോങ്ങിനെ കാണുന്നു. ഷിയോങ്, എനിക്ക് നിന്നെ നേരത്തെ പ്രോപ്പറായിട്ട് ഗ്രീറ്റ് ചെയ്യാൻ പറ്റിയില്ല എന്ന് പറഞ്ഞ് തന്റെ ID കാർഡ് കാണിക്കുന്നു. യോഹാൻ, എന്നെ അറിയാന്നുള്ളത് നിനക്ക് പുറത്ത് കാണിക്കാൻ പറ്റുമോ? നീ ചെയ്തതെല്ലാരും അറിയില്ലേ എന്ന് ചോദിച്ച് അവിടുന്ന് പോകുന്നു. ഷിയോങ്ങും പുറകെ പോയി അത് നിനക്ക് കംഫർട്ടബിൾ അല്ല എന്നുണ്ടെങ്കിൽ എന്ന് പറയുന്നതും യോഹാൻ, നീ ഇവിടുന്ന് കുറച്ച് കാലമായിട്ട് മാറി നിൽക്കുമല്ലായിരുന്നോ? നീ എന്താ ചെയ്യുന്നത്, എങ്ങനെയാ ചെയ്യുന്നത് എന്നുള്ളതെല്ലാം എല്ലാവരും ശ്രദ്ധിക്കും. ഒരിക്കലും ഒരു കാര്യത്തിൽ നിന്നും പുറത്തു നിൽക്കരുത്. അതാണിപ്പോൾ എന്നോട് ചീഫ് മിൻ പറഞ്ഞത് എന്ന് പറഞ്ഞ് അവിടുന്ന് പോകുന്നു. നിന്നെ വീണ്ടും കണ്ടതിൽ ഞാൻ ഒരുപാട് ഹാപ്പിയാണ്. അന്ന് ഒറ്റ ദിവസമായിരുന്നെങ്കിൽ കൂടെ മരണത്തിൽ നിന്ന് ഒരാൾ തിരിച്ചു വന്നു എന്ന് പറഞ്ഞ് ഷിയോങ് അന്ന് തന്നെയാണ് ഇതിൽ നിന്ന് ഒളിച്ചോടാതെ വീണ്ടും ട്രൈ ചെയ്യാൻ ഞാൻ തീരുമാനിച്ചത് എന്ന് ചിന്തിക്കുന്നു. എന്നെ ഒരുപാട് പഠിപ്പിക്കണം പ്രൊഫസർ, ഞാൻ നന്നായി പഠിച്ചോളാം എന്നവള് പറയുന്നു. ഇത് കേട്ട് യോഹാൻ, നീ ഇപ്പോഴും പണ്ടത്തെ പോലെ തന്നെയാണല്ലോ എന്ന് പറഞ്ഞ് അവളുടെ ഷൂലേസ് കാണിച്ചു കൊടുക്കുന്നു. അവളത് മുറുക്കെ കെട്ടുന്നു. ഇപ്പൊ ഷിയോങ്ങും ടീം മെമ്പേഴ്സും തങ്ങളുടെ സ്റ്റാഫ് റൂമിൽ ഇരിക്കുവാണ്. ജൂൺ സംസാരിച്ചുകൊണ്ടിരിക്കുവാണ്. അവനാണ് അവിടുത്തെ ഗോസിപ്പിന്റെ സെന്റർ. അവനറിയാതെ ആ ഹോസ്പിറ്റലിൽ ഒരു കാര്യം പോലും നടക്കില്ല. ജൂൺ കുറ്റവാളി ആയിരുന്ന ഒരു പ്രൊഫസറെ കീഴിൽ എന്തുകൊണ്ടാ എനിക്ക് പഠിക്കേണ്ടി വരുന്നേ എന്ന് പറഞ്ഞ് അവൻ നോക്കുന്നത് ഡോറിന് പുറത്ത് നിൽക്കുന്ന യോഹാന്റെ മുഖത്തേക്കാണ്. ഒരു സെക്കൻഡ് പോലും എടുക്കുന്നില്ല. ജൂൺ മിണ്ടാതായി തന്റെ സീറ്റിൽ നിന്ന് എഴുന്നേറ്റ് നിൽക്കുന്നു. ആ റൂമിലേക്ക് യോഹാൻ കയറിയ സമയത്ത് ആദ്യം തന്നെ ഹായ് പറയുന്നതും ജൂൺ തന്നെയാണ്. യോഹാൻ ആദ്യം തന്നെ അവരോട് ചോദിക്കുന്നത് മിസ്റ്റർ ജൂവിന്റെ കാര്യത്തെ കുറിച്ച് എന്തെങ്കിലും അഭിപ്രായം പറയാനുണ്ടോ എന്നുള്ളതാണ്. ജൂൺ നമ്മളത് നോക്കേണ്ട കാര്യമില്ലല്ലോ, മറ്റു ഡിപ്പാർട്ട്മെന്റ് അല്ലേ അത് നോക്കേണ്ടത് എന്നുള്ള സത്യസന്ധമായിട്ടുള്ള ഒരു ഡൗട്ട് ചോദിക്കുന്നു. യോഹാൻ അവനോട് കൈ നീട്ടാൻ പറയുന്നു. ജൂൺ കൈ കൊടുക്കുന്നതും ആ കൈയില് യോഹാൻ നന്നായിട്ട് പിച്ചുന്നു. വേദന എടുക്കുന്നുണ്ടെന്നും പറഞ്ഞ് അലറുന്ന യൂൻജൂനോട് യോഹാൻ
പേഷ്യന്റിനും വേദന എടുക്കുന്നുണ്ട്. വേദന എടുക്കുന്നുണ്ടെന്ന് മാത്രമല്ല, എന്തുകൊണ്ടാണ് വേദന എന്ന് അറിയത്തുമില്ല. മിസ്റ്റർ ജൂവിനെ നോക്കാൻ വേണ്ടിയിട്ടുള്ള ആവശ്യത്തിനുള്ള റീസൺ ഒക്കെ നിങ്ങൾക്ക് കിട്ടിയല്ലോ എന്ന് യോഹാൻ ചോദിക്കുന്നു. ഈ സമയത്ത് പേഷ്യന്റിന്റെ ചാർട്ട് നോക്കിക്കൊണ്ട് ഷിയോങ് മിസ്റ്റർ ജൂ ഡിസ്ചാർജ് ആവാൻ പോകുവാണ് എന്ന് പറയുന്നു. യോഹാൻ പെട്ടെന്ന് തന്നെ മിസ്റ്റർ ജൂവിന്റെ അടുത്തേക്ക് പോയി ഡിസ്ചാർജ് ആവരുത്, ഇനിയും ചെക്കപ്പ് ചെയ്യാനുണ്ട് എന്ന് പറയുന്നുണ്ട്. എന്നാൽ മിസ്റ്റർ ജൂ അത് കേൾക്കുന്നില്ല. എനിക്ക് ജീവിക്കാനുള്ള സമയം കുറവാണ് എന്നുണ്ടെങ്കിൽ ആ സമയം വേണ്ടതുപോലെ ഉപയോഗപ്പെടുത്തണ്ടേ, ഇനിയും എൻ്റെ കയ്യിൽ സമയം കളയാനില്ലല്ലോ, എനിക്കൊരു മാച്ച് കൂടെ ഉണ്ട് എന്ന് പറഞ്ഞ് പോകുകയാണ് ചെയ്യുന്നത്. ഇപ്പൊ യോഹാൻ തിരിച്ചു തന്റെ ഡിപ്പാർട്ട്മെന്റിലേക്ക് വരുന്നു. നമുക്ക് വേറെ പേഷ്യൻസ് ഒന്നും ഇല്ലാത്തത് കാരണം മിസ്റ്റർ ജൂവിനെ ഫോളോ അപ്പ് ചെയ്യാം എന്ന് പറയുന്നു. അയാൾ ഡിസ്ചാർജ് ആയില്ലേ എന്ന യൂൻജുവിന്റെ ഡൗട്ടിന് യോഹാൻ ഡിസ്ചാർജിന് വേണ്ടി റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്, എന്നാൽ പെട്ടെന്ന് തന്നെ തിരിച്ചു വരും എന്ന് റിപ്ലൈ കൊടുക്കുന്നു. മീര അതിന്റെ റീസൺ ചോദിക്കുന്നതിന് അവൻ വാച്ച് മറന്നു വെച്ചിട്ടുണ്ട് എന്നാണ് യോഹാൻ ഉത്തരം കൊടുക്കുന്നത്. ഇത് കേട്ട് യൂൻജുൻ മീരയോട് പ്രൊഫസർ ഉദ്ദേശിച്ചത് മിസ്റ്റർ ജൂവിന്റെ കണ്ണിന് എന്തോ കുഴപ്പമുണ്ടായിരുന്നു, തലകറക്കവും ഉണ്ടായിരുന്നു. നെർവ്സിന് സംഭവിച്ച എന്തെങ്കിലും പ്രശ്നങ്ങൾ കൊണ്ടാണ് ഈ കുഴപ്പങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ മാറിയത് എന്നുണ്ടെങ്കിൽ പിന്നെയും വേറെ വല്ല ലക്ഷണങ്ങളും ഉണ്ടാവും, അതുകൊണ്ട് തന്നെ അവൻ തിരിച്ചു വരും എന്ന് പറഞ്ഞ് നല്ല കോൺഫിഡൻസോടുകൂടെ തന്നെ യോഹാനോട് തന്റെ പോയിന്റ് സ്കോർ ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് സിംറ്റം ആർക്കാ ഗസ് ചെയ്യണ്ടേ എന്ന് യോഹാൻ ചോദിക്കുന്നതും ജൂനും ഷിയോങ്ങും കൈപൊക്കുന്നു. യോഹാൻ ജൂണിന് ചാൻസ് കൊടുക്കുന്നു. എന്നാൽ അവന്റെ പൊട്ട ക്വസ്റ്റ്യൻ കേട്ട് വേറെ ആർക്കെങ്കിലും ഒപ്പീനിയൻ ഉണ്ടോ എന്ന് യോഹാൻ ചോദിക്കുന്നു. വീണ്ടും വീണ്ടും ഷിയോങ് തന്റെ ചാൻസിന് വേണ്ടി കൈപൊക്കുന്നുണ്ട്. എന്നാൽ വീണ്ടും വീണ്ടും യോഹാൻ മറ്റുള്ളവർക്ക് ചാൻസ് കൊടുത്തോണ്ടേയിരിക്കുവാണ്. ഇപ്പൊ എന്തോ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഷിയോങ്ങിനോട് അവൻ സെക്കൻഡ് ഇയർ നിനക്ക് എന്തോ പറയാനില്ല എന്ന് ചോദിക്കുന്നു. ആ ഉണ്ടെന്നും പറഞ്ഞ് അവൾ തന്നെ ലാപ്പ് കാണിച്ചു കൊടുക്കുന്നു. ഈ അടുത്തൊരു വെറൈറ്റി ഷോ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മിസ്റ്റർ ജൂ സൗത്ത് അമേരിക്കയിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. ചിലപ്പോൾ റയർ ആയിരിക്കാം, പക്ഷേ ആ സമയത്ത് അദ്ദേഹം വാക്സിൻ എടുത്തിട്ടുണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ വാക്സിനിലെ ആന്റിജൻസ് നെർവ് സെല്ലിന് ഡാമേജ് ആക്കാം എന്ന് ഷിയോങ് പറയുന്നു. അത് പോസിബിൾ ആണ്, പക്ഷേ റിക്കവറി ആയിട്ട് അതിനൊരു ബന്ധവുമില്ല എന്ന് പറഞ്ഞ് തന്റെ സംശയങ്ങൾ പറയുന്നതിന്റെ ഇടയിൽ യോഹാൻ എന്തായിരിക്കും രോഗം എന്നതിനെ കുറിച്ച് ഒരു ഹിന്റ് കിട്ടുന്നു. ഇത് തന്റെ ടീം മെമ്പേഴ്സിനോട് പറയുകയും ചെയ്യുന്ന സമയത്ത് ഷിയോങ് എന്നാ ഞാൻ പേഷ്യന്റിനെ കോൺടാക്ട് ചെയ്തിട്ട് ചെക്കപ്പ് ചെയ്യണമെന്ന് പറയട്ടെ എന്ന് ചോദിക്കുന്നു. തലച്ചോറിനായിരിക്കാം പ്രശ്നം, അതുകൊണ്ട് തന്നെ ന്യൂറോളജിയിൽ പോയിട്ട് ചെക്കപ്പ് ചെയ്യണമെന്ന് പറഞ്ഞു യോഹാൻ പറയുന്നു. അവളുടെ കൂടെ തന്നെ ചാടി ഇറങ്ങി ജൂണും പോകുന്നുണ്ട്. ഇപ്പൊ അവര് മിസ്റ്റർ ജൂവിനെ മീറ്റ് ചെയ്ത് ഈ കാര്യം സംസാരിക്കുന്നു. മിസ്റ്റർ ജൂ, നിങ്ങൾക്ക് DNR എന്താണെന്ന് അറിയില്ലേ? ഞാൻ അതിൽ സൈൻ ചെയ്തിട്ടുണ്ട്. എന്തെങ്കിലും ഒരു എമർജൻസി സിറ്റുവേഷനിൽ ഞാൻ ഈ ഹോസ്പിറ്റലിലേക്ക് വരികയാണ് എന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും ഒരു ഉപകാരവും ഇല്ലാതെ എന്റെ ജീവൻ നിലനിർത്താൻ ശ്രമിക്കരുത് എന്ന് പറഞ്ഞ് അവിടുന്ന് പോകുന്നു. ഈ DNR എന്ന് പറയുന്നത് CPRന്റെ കേസിൽ മാത്രമാണ് കേട്ടോ വാലിഡ് ആയിട്ട് വരുന്നത്. ഇത് ഇന്ത്യയിൽ ലീഗലാണോ അല്ലയോ എന്നുള്ളതിനെ കുറിച്ച് എനിക്ക് വലിയ ഐഡിയ ഇല്ല. ഇത് ചികിത്സിക്കാൻ പറ്റാത്ത തരത്തിലുള്ള എന്തെങ്കിലും ഒരു രോഗമാണോ എന്ന് ചിന്തിച്ചുകൊണ്ടുള്ള പേടിയല്ലേ തനിക്ക്? ഞങ്ങളെപ്പോലുള്ള സാധാരണക്കാർക്ക് പോലും ശരീരത്തിന് എന്തെങ്കിലും കുഴപ്പം പറ്റിയിട്ടുണ്ട് എന്ന് തോന്നിയ പേടിയാണ്. പക്ഷേ നിങ്ങളൊരു ഫൈറ്ററാണ്. നിങ്ങളുടെ ബോഡി എന്ന് പറയുന്നത് നിങ്ങളുടെ ജീവൻ പോലെ തന്നെ അമൂല്യമായിട്ടുള്ള ഒന്നാണ്. ആ കാര്യം നിങ്ങൾക്ക് ഒരുപാട് പേടിയാണെന്ന് എനിക്കറിയാം. പക്ഷേ നിങ്ങൾ സംശയിച്ചു നിന്നാൽ ഇത് കൂടുതൽ വഷളാവത്തേ ഉള്ളൂ. അവൾ പറഞ്ഞ് മുഴുവനാക്കുന്നതിന് മുന്നേ മിസ്റ്റർ ജൂ, താങ്ക് യു ഡോക്ടർ, എനിക്ക് പേടി തന്നെയാണ്, എന്നെ മനസ്സിലാക്കുന്ന ഒരാളുണ്ട് എന്നുള്ളത് കംഫർട്ടിങ്ങുമാണ് എന്ന് പറഞ്ഞ് അവിടുന്ന് പോകുന്നു. പുറകെ തന്നെ ഷിയോങ്ങും നിൽക്കാൻ പറഞ്ഞുകൊണ്ട് പോകുന്നുണ്ട്. എല്ലാവരും തന്നെ ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് തോന്നിയത് കാരണം മിസ്റ്റർ ജൂ സ്റ്റെയർ വഴിയാണ് പോകുന്നത്, അധികം ആളുകൾ ഇല്ലാത്ത സ്ഥലത്തൂടെ. എന്നാൽ ഹോസ്പിറ്റലിൽ വിടാൻ അദ്ദേഹത്തിന് പറ്റുന്നില്ല. സ്റ്റെയർ ഇറങ്ങുമ്പോൾ തന്നെ വീണു പോകുന്നു. സോ വീണ്ടും മിസ്റ്റർ ജൂ അഡ്മിറ്റ് ആവുന്നു. യോഹാനും ഷിയോങ്ങും വീണ്ടും മിസ്റ്റർ ജൂവിനെ കണ്ട് സംസാരിക്കുകയും ന്യൂറോളജി ഡിപ്പാർട്ട്മെന്റിലേക്ക് മാറുകയും ചെയ്യണം എന്നെല്ലാം പറയുന്നുണ്ട്. എന്നാൽ മിസ്റ്റർ ജൂ അത് കേൾക്കുന്നില്ല. തന്റെ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുവാണ്. ഇപ്പൊ അവർ രണ്ടുപേരും ഹോസ്പിറ്റലിന്റെ ക്യാൻറ്റീനിലാണ്. ഫുഡ് വാങ്ങിയ ഷിയോങ് പലതരം വിഭവങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന തന്റെ പ്ലേറ്റും ആകെ 3 ഐറ്റംസ് മാത്രമുള്ള യോഹാന്റെ പ്ലേറ്റും നോക്കുന്നു. അവൾ ഓരോ ഫുഡിന്റെയും പേര് പറഞ്ഞ് ഇതെന്താ എടുക്കാത്തെ, അതെന്താ എടുക്കാത്തെ എന്ന് ചോദിക്കുന്നുണ്ട്. ഞാൻ ഓയിലി ഫുഡ് കഴിക്കില്ല, സ്പൈസി ഫുഡ് കഴിക്കില്ല എന്നെല്ലാം യോഹാൻ റിപ്ലൈ കൊടുക്കുന്നുണ്ട്. ഫുഡിന്റെ കാര്യത്തിൽ നിങ്ങൾ എന്തൊരു പിക്ക് ചെയ്യുക എന്ന് ഷിയോങ് പറയുന്നു. ഞാൻ ഇപ്പൊ എടുത്തതിൽ കാർബോഹൈഡ്രേറ്റ് ഉണ്ട്, പ്രോട്ടീൻ ഉണ്ട്, ഫാറ്റ് ഉണ്ട്, ഇതാണ് ബാലൻസ്ഡ് ആയിട്ടുള്ള ഫുഡ് എന്ന് പറഞ്ഞ് തന്റെ തീരുമാനത്തെ അവൻ ന്യായീകരിക്കുന്നുണ്ട്. ഫുഡ് കഴിക്കുന്നതിന്റെ ഇടയിൽ ഷിയോങ് തന്നെ നോക്കുകയാണ് എന്ന് ശ്രദ്ധിച്ച യോഹാൻ അവളോട് നീ എന്തെന്നെ നോക്കുന്നേ എന്ന് ചോദിക്കുന്നു. എന്തോ എനിക്കിത് സ്ട്രേഞ്ച് ആയിട്ടാ തോന്നുന്നത്, നിങ്ങളെ ഇനിയും കാണാൻ പറ്റുമെന്ന് ഞാൻ വിചാരിച്ചിട്ട് പോലും ഉണ്ടായിരുന്നില്ല. ഒരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നതോ പോട്ടെ, നമ്മൾ ഒരുമിച്ചിരുന്ന് ഇപ്പൊ ഫുഡ് കഴിക്കുകയും ചെയ്യുന്നു എന്നൊരു തരം സന്തോഷത്തോടു കൂടെ ഷിയോങ് പറയുന്നു. എന്താ നിനക്ക് ഇഷ്ടമായോ എന്ന് യോഹാൻ ചോദിക്കുന്നത് കേട്ട് ഷിയോങ് എന്ത് ഇഷ്ടമായോന്ന് നീ എന്താ ഉദ്ദേശിച്ചേ? ഞാൻ ചിന്തിക്കുന്നതല്ലല്ലോ നീ ഇപ്പൊ ചോദിച്ചത് അല്ലേ എന്നൊരു സംശയത്തോടു കൂടെ ചോദിക്കുന്നു. എനിക്കും ഇഷ്ടമായി എന്ന് യോഹാൻ പറയുന്നത് കേട്ട് ഷിയോങ് വീണ്ടും ഞെട്ടുന്നു. എന്നാൽ അവൻ ഉദ്ദേശിച്ചത് അവൾ ഉദ്ദേശിച്ച ഇഷ്ടമല്ല, വീണ്ടും വർക്ക് ചെയ്യാൻ പറ്റിയതും ഹോസ്പിറ്റലിൽ ഇരുന്ന് കഴിക്കാൻ പറ്റിയതും ഒക്കെ എന്ന് പറയുമ്പോഴാണ് അവൻ എന്താ ഉദ്ദേശിച്ചത് എന്ന് അവൾക്ക് മനസ്സിലായത്. ഇപ്പൊ ഷിയോങ് മിസ്റ്റർ ജൂവിന്റെ കാര്യമാണ്. സ്റ്റെയർ ഇറങ്ങുന്നതിന് മുന്നേ അദ്ദേഹം കുറച്ചു സമയം ഒന്ന് നിന്നു. ഞാൻ വിചാരിച്ചു മൈൻഡ് ചേഞ്ച് ചെയ്തിട്ടുണ്ടാവുമെന്ന്. പക്ഷെ വീണ്ടും സ്റ്റെയർ ഇറങ്ങി അവിടെ നിന്നാണ് വീണത്. നിന്നതും പിന്നീട് വീണതും എല്ലാം കാലിന്റെ വേദന കൊണ്ടോ അല്ലെങ്കിൽ മസിൽ വീക്കായതുകൊണ്ടോ ആണെങ്കിലോ
മാത്രമല്ല അദ്ദേഹത്തിന്റെ റൂമിൽ പോയപ്പോൾ അദ്ദേഹം വിയേർഡായിട്ടാണ് ബിഹേവ് ചെയ്തത്. DNR സൈൻ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞു എന്ന് ഷിയോങ് പറയുന്നു. അടുത്ത ആഴ്ച കോമ്പറ്റീഷനുള്ള ഒരു ഫൈറ്റർ DNR സൈൻ ചെയ്തോ എന്ന് ചോദിച്ച് പതിവ് പോലെ തന്നെ അവൻ ടേബിളിൽ തട്ടിക്കൊണ്ട് ചിന്തിക്കുന്നു. ഇപ്പൊ യോഹാനെയും ഷിയോങ്ങിനെയും ഷിയോങ്ങിന്റെ അമ്മ തന്റെ ഓഫീസിലേക്ക് വിളിക്കുന്നു. ചീഫ് മിന്റെ കൂടെ തന്നെ അവരുടെ ബ്രദറും ഉണ്ട്. മിസ്റ്റർ ജൂവിന്റെ കേസിൽ എന്തിനാണ് അത്രയും കോംപ്ലിക്കേഷൻ ഉണ്ടാക്കുന്നത് എന്ന് ചോദിക്കാൻ വേണ്ടി വിളിച്ചതാണ്. മിസ്റ്റർ ജൂന് അതിൽ പരാതിയുണ്ട്. ഷിയോങ്ങിന്റെ അങ്കിൾ അവളോട് നീ എന്തിനാ പോകാൻ നിന്ന് പേഷ്യന്റിനെ തടഞ്ഞുകൊണ്ട് അത്രയും വലിയൊരു സീൻ ഉണ്ടാക്കിയേ എന്ന് ചോദിക്കുന്നു. അവൾ തടഞ്ഞത് കാരണമല്ല പേഷ്യന്റിന് അങ്ങനെ സംഭവിച്ചത് എന്ന് പറഞ്ഞ് മിസ്റ്റർ ജൂവിന്റെ കണ്ടീഷനെ കുറിച്ചും ന്യൂറോളജിയിലേക്ക് ഉടൻ തന്നെ ടെസ്റ്റിന് വേണ്ടിയിട്ട് ട്രാൻസ്ഫർ ചെയ്യണം എന്നുള്ള കാര്യവും യോഹാൻ പറയുന്നു. ചീഫ് മിൻ ടെസ്റ്റും ചികിത്സയും ഒന്നും ചെയ്യണ്ട എന്നാണ് പേഷ്യന്റ് പറയുന്നത്. നീ ഇനി മിസ്റ്റർ ജൂവിനെ കാണരുത് എന്നും പറഞ്ഞിട്ടുണ്ട്. നീ എന്തിനാ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നേ എന്ന് ദേഷ്യത്തോടെ ചോദിക്കുന്നു. അങ്കിൾ അവനോട് ഇത് 3 വർഷം മുന്നേയുള്ള കേസ് പോലെ തന്നെ ഉണ്ടല്ലോ. ഡോക്ടേഴ്സ് തങ്ങളുടെ തോൽവിയായി കാണുന്നത് മരണമോ അല്ലെങ്കിൽ മാറ്റാൻ പറ്റാത്ത അസുഖമോ ആണ്. നിന്നെപ്പോലുള്ള സ്കിൽഫുൾ ആയിട്ടുള്ള ഡോക്ടേഴ്സ് ഏത് അസുഖവും ട്രീറ്റ് ചെയ്യുക എന്നുള്ള ഒരു അഭിമാനവുമായിട്ട് നടക്കുന്നവരാണ്. തോക്കാൻ മനസ്സില്ല എന്ന് തോന്നുന്നതുകൊണ്ടാണോ ഇതുപോലെ നീ ആക്ട് ചെയ്യുന്നത്? പേഷ്യന്റിനെ ഹെൽപ്പ് ചെയ്യുവാണെന്നാണ് നീ പറയുന്നത്. എന്നാൽ പേഷ്യന്റിന് എന്താണ് വേണ്ടത് എന്നുള്ളത് നീ കാര്യമാക്കുന്നില്ല. ഒരു രോഗിക്ക് ജീവിതം വേണോ മരണം വേണോ എന്ന് നീ തന്നെ തീരുമാനിക്കുവാണ്. അത് 3 വർഷം മുന്നേയുള്ള കേസ് പോലെ എന്ന് പറയുന്നു. അവനെ മാനസികമായിട്ട് തളർത്തുക എന്നുള്ളതായിരുന്നു അങ്കിളിന്റെ ഉദ്ദേശം. എന്നാൽ അത് നടക്കുന്നില്ല. ഐ ഡോണ്ട് കെയർ എന്നും പറഞ്ഞ് അവൻ അവിടുന്ന് പോകുന്നു. പുറകെ ഷിയോങ്ങും. മിസ്റ്റർ ജൂവിനെ കാണാൻ പോകുവാണോ? ഞാനും വരാ കൂടെ എന്ന് പറയുന്ന ഷിയോങ്ങിനോട് യോഹാൻ നീ വരണ്ടെന്ന് പറയുന്നു. എന്നാൽ ഷിയോങ് അത് കേൾക്കാതെ വീണ്ടും കൂടെ നടക്കുന്നത് കണ്ട് യോഹാൻ എന്റെ കൂടെ വരണ്ട, ഞാൻ പറഞ്ഞത് നീ കേട്ടില്ല എന്നുണ്ടോ എന്ന് ചോദിക്കുന്നു. പേഷ്യന്റ് ചികിത്സിക്കേണ്ട എന്നാണ് പറഞ്ഞിട്ടുള്ളത്, അതുകൊണ്ട് തന്നെ എന്തെങ്കിലും സംഭവിച്ചാൽ എന്ന് പറഞ്ഞ് ഷിയോങ് എക്സ്പ്ലെയിൻ ചെയ്യാൻ നിൽക്കുന്നതും യോഹാൻ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നീ വരണ്ട, നിനക്കും പ്രശ്നമാവുന്നു എന്ന് പറഞ്ഞു പോകുന്നു. വീണ്ടും തിരിച്ചുപോയി ഷിയോങ്ങിനോട് എന്റെ അടുത്തുനിന്ന് പഠിക്കണമെന്നല്ല നീ പറഞ്ഞത്, ഇതൊന്നും പഠിക്കരുത് എന്ന് പറഞ്ഞ് അവിടുന്ന് പോകുന്ന യോഹാനെ ഷിയോങ് നോക്കി നിൽക്കുന്നു. ഇപ്പോൾ ആ ഹോസ്പിറ്റലിന് പുറത്ത് യോഹാനെതിരെ ആളുകൾ സമരം ചെയ്യുന്നുണ്ട്. അവൻ 3 വർഷം മുന്നേ ഒരു പേഷ്യന്റിനെ കൊന്നതും ഈ ഒരു കാരണം കൊണ്ട് തന്നെ അവൻ രാജിവെക്കണം എന്നുമാണ് സമരം ചെയ്യുന്നവരുടെ ആവശ്യം. ഈ ഒരു കാര്യം ജൂൺ എല്ലാവരോടും സംസാരിച്ചുകൊണ്ടിരിക്കുക. അവന്റെ ഈ വളവളാന്നുള്ള സംസാരം സ്ഥിരം പരിപാടി ആയതുകൊണ്ട് തന്നെ ആരും കാര്യമാക്കുന്നില്ല. ഷിയോങ് മോണിറ്ററിൽ നോക്കുന്ന സമയത്ത് പേഷ്യന്റിന്റെ ചാർട്ടില് മിസ്റ്റർ ജൂവിന് റെസ്പിറേറ്ററി അറസ്റ്റ് എന്ന് എഴുതിയത് കണ്ട് അങ്ങോട്ടേക്ക് ഓടുന്നു. ഈ സമയത്ത് ഒരു ലേഡി അവളെ തടഞ്ഞു നിർത്തുന്നു. സമരം ചെയ്യാനായി മുന്നിൽ നിന്നിരുന്ന ലേഡിയാണ് ഇത് എന്ന് അവൾക്ക് മനസ്സിലാവുന്നു. ആ ലേഡി യോഹാനെ ചോദിക്കുന്നു, യോഹാൻ ഇവിടെ ഇല്ല എന്ന് ഷിയോങ് റിപ്ലൈ കൊടുക്കുന്നുണ്ട്. ഇവിടെയുള്ള ഡോക്ടേഴ്സിനും മറ്റ് സ്റ്റാഫുകൾക്കും യോഹാൻ യൂട്നേഷ്യ ചെയ്തിട്ടുണ്ട് എന്നറിയാവോ എന്ന് ചോദിക്കുന്നു. ഷിയോങ് അറിയാന്ന് പറയുന്നു. എല്ലാ കാര്യവും അറിയില്ലായിരിക്കും അല്ലേ എന്നാൽ ലേഡി പറയുന്നത് കേട്ട് ഷിയോങ് ഒരു ഡൗട്ടോടുകൂടെ നിൽക്കുന്നു. ഇവിടെ മിസ്റ്റർ ജൂവിന്റെ ചുറ്റും ഡോക്ടേഴ്സും നഴ്സുമാരും എല്ലാം കൂടി നിൽക്കുന്നുണ്ട്. 2 ഡോക്ടേഴ്സ് തമ്മിൽ ഇൻക്യുബേഷൻ ചെയ്യേണ്ടതിനെ കുറിച്ചും മിസ്റ്റർ ജു DNR സൈൻ ചെയ്തിട്ടുണ്ട് എന്ന കാര്യത്തെക്കുറിച്ചും പറഞ്ഞ് തർക്കിച്ചുകൊണ്ടിരിക്കുന്നു. ഈ സമയത്ത് യോഹാൻ അങ്ങോട്ടേക്ക് വന്ന് ഇൻക്യുബേഷൻ ചെയ്യുന്നു. സോ ഒരു ഡോക്ടർ യോഹാന് നേരെ തിരിയുന്നു. ഇവന്റെ രോഗം എന്താണെന്നോ അത് എത്ര മോശമാണെന്നോ നമുക്ക് ഇതുവരെ അറിയില്ല. അവന്റെ രോഗാവസ്ഥ വഷളായിക്കൊണ്ടിരിക്കുവാണ് എന്നുണ്ടെങ്കിൽ അതിനർത്ഥം അവൻ മരണത്തെ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുവാണ് എന്നല്ലേ എന്ന് DNR സൈൻ ചെയ്തിട്ടുള്ള വ്യക്തിയുടെ മേലെ ഇൻക്യുബേഷൻ ചെയ്യാൻ പാടില്ലല്ലോ എന്ന അർത്ഥത്തോടു കൂടെ ചോദിക്കുന്നു. ഈ പേഷ്യന്റ് മരണത്തെ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് തനിക്ക് ഉറപ്പാണോ എന്ന് യോഹാൻ ചോദിക്കുന്നതും ആ ഡോക്ടറുടെ സംസാരം അവിടെ നിൽക്കുന്നു. ഈ പേഷ്യന്റിന്റെ രോഗാവസ്ഥ ഒരിക്കലും സുഖപ്പെടില്ല എന്ന് തനിക്ക് ഉറപ്പുണ്ടോ? ആ ഒരു കാര്യത്തിൽ ഉറപ്പ് വരുന്നത് വരെ ഈ പേഷ്യന്റിനെ ട്രീറ്റ് ചെയ്യുന്നതിൽ ലീഗലി ഒരു കുഴപ്പവുമില്ല എന്ന് യോഹാൻ പറയുന്നു. ഷിയോങ് ഇതെല്ലാം കാണുന്നുണ്ട്. 3 വർഷം മുന്നേ യോഹാൻ കൊന്ന സോങ്ക്യു എന്ന പേഷ്യന്റിന് ജീവിക്കാൻ ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു. ഏനൽ ക്യാൻസറിന് വേണ്ടിയിട്ടുള്ള ഒരു പുതിയ മരുന്ന് ഡെവലപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോങ്ക്യു എഗ്രിമെന്റിൽ സൈൻ ചെയ്യുകയും ചെയ്തു. ആ മരുന്ന് തന്റെ ബോഡിയിൽ പരീക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ക്ലിനിക്കൽ ടെസ്റ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അവൻ അതിൽ സൈൻ ചെയ്ത സമയത്ത് ഞാനായിരുന്നു അവന്റെ നഴ്സ്. അവൻ സൈൻ ചെയ്ത അന്നാണ് അവനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. അവന് ജീവിക്കാൻ ആഗ്രഹം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഡോക്ടർ യോഹാൻ ചെയ്തത് യൂത്നേഷ്യ അല്ല, കൊലപാതകമാണ് എന്നെല്ലാം ആ ലേഡി പറഞ്ഞത് ഓർക്കുന്ന ഷിയോങ് ഇപ്പൊ യോഹാൻ ചെയ്യുന്നത് കണ്ട് ജീവിക്കാൻ ആഗ്രഹമുള്ള ഒരു പേഷ്യന്റിനെ കൊന്നു മരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു പേഷ്യന്റിനെ രക്ഷിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ ഏത് തരത്തിലുള്ള ഡോക്ടറാണ് എന്ന് യോഹാനെ നോക്കിക്കൊണ്ട് അവൾ ചിന്തിക്കുന്നു. നെക്സ്റ്റ് ഡേ രാവിലെ തന്നെ ഷിയോങ്ങും ടീം മെമ്പേഴ്സും ഹോസ്പിറ്റലിലേക്ക് എത്തുന്നു. യൂൻജൂൻ നിങ്ങൾ ആരെങ്കിലും പ്രൊഫസറിനെ കണ്ടോ എന്ന് ചോദിക്കുന്നു. എന്നാൽ ആരും തന്നെ യോഹാനെ കണ്ടിട്ടില്ല. യൂൻജൂൻ കോൺഫറൻസിലും ഞാൻ കണ്ടില്ലല്ലോ, ഇനി ഇന്ന് ജോലിക്ക് വന്നിട്ടുണ്ടാവില്ലേ എന്നും പറഞ്ഞ് അവരവിടുന്ന് പോകുന്നു. ഇപ്പൊ തങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിലേക്ക് എത്തുന്ന ടീം മെമ്പേഴ്സ് ഷോക്കാവുന്നു. കാരണം യോഹാൻ അവിടെ എഴുത്തും കുത്തുമൊക്കെ നടത്തി താഴെ ഇരിക്കുവാണ്. ജോലിക്ക് വരാത്തതല്ല, ഇന്നലെ ഇവിടുന്ന് പോവാത്തതാണ്. ഇന്നലെ രാത്രി മുഴുവൻ ഇവിടെ ഇരുന്നോ ദൈവമേ എന്നൊക്കെ അവർ അത്ഭുതത്തോടുകൂടെ സംസാരിക്കുന്നു. യോഹാൻ അവിടുന്ന് എഴുന്നേറ്റ് മിസ്റ്റർ ജൂവിന്റെ സ്പൈനൽ സ്കാനിൽ കുഴപ്പമൊന്നുമില്ല, മൈസ്തേനിയ ഗ്രാവിസിലായിരിക്കും പ്രശ്നം, എന്താ നിങ്ങളുടെ അഭിപ്രായം എന്ന് ചോദിക്കുന്നു. ആരും ഒന്നും മിണ്ടാത്തത് കണ്ട് യോഹാൻ അത് ശരി, ആർക്കും ഒന്നും പറയാനില്ല എന്ന് ചോദിക്കുന്നു. യൂൻ ജൂൻ അതെ നിങ്ങൾ പറഞ്ഞത് ശരിയാണ് എന്ന് പറയുന്നു.
എന്തേ നീ പെട്ടെന്ന് സമ്മതിച്ചേ എന്ന് യോഹാൻ ചോദിക്കുന്നു. ഇതിലിപ്പോ നാണിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ, നമ്മളിപ്പോ ന്യൂറോളജി ഒന്നും അല്ലല്ലോ, നമുക്ക് ന്യൂറോളജിയിലേക്ക് അവന് ട്രാൻസ്ഫർ ചെയ്യാം എന്ന് യോൻജൂൻ പറയുന്നു. യോഹാൻ മിസ്റ്റർ ജൂവിന്റെ കേസ് കേട്ട് സ്വന്തം പേഷ്യൻസിനെ ട്രീറ്റ് ചെയ്യാൻ പറയുന്നു. സോ ടീം മെമ്പേഴ്സ് അവിടുന്ന് പോകുന്നു. യോഹാൻ ഷിയോങ്ങിനോട് അവിടെ നിൽക്കാൻ പറയുന്നുണ്ട്. മിസ്റ്റർ ജൂവിന്റെ ബ്ലഡ് എടുത്ത് ആന്റിബോഡി ടെസ്റ്റ് ചെയ്യാനാണ് യോഹാൻ അവളോട് പറയുന്നത്. എന്നാൽ ഷിയോങ്, മിസ്റ്റർ ജൂ ഇപ്പോഴും അൺകോൺഷ്യസ് ആണ്, നിങ്ങൾ അദ്ദേഹത്തെ കാണാൻ പോവരുത് എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. മിസ്റ്റർ ജൂവിന്റെ സമ്മതം ഇല്ലാതെ ഈ കാര്യം ചെയ്യുന്നത് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് പറയുന്ന ഷിയോങ്ങിനോട് യോഹാൻ അത് സമ്മതിച്ചു കൊടുക്കുന്നു. അവളോട് പോവാനും പറയുന്നുണ്ട്. ഡോറ് തുറക്കാൻ നിൽക്കുന്ന ഷിയോങ് വീണ്ടും യോഹാനോട്, ഞാൻ തിരിച്ചു വന്നതിൽ നിന്നോടാണ് എനിക്ക് താങ്ക്സ് പറയാനുള്ളത്. എനിക്ക് പേഷ്യൻസിനെ ട്രീറ്റ് ചെയ്യാൻ ഒരു അവകാശവും ഇല്ല എന്നാണ് ഞാൻ ചിന്തിച്ചിരുന്നത്. പക്ഷെ ആ സമയത്ത് നീ എന്നോട് ജോങ്ബോയെ രക്ഷിക്കാൻ പറഞ്ഞു. നീ എന്നെ വിശ്വസിച്ചു, ഞാൻ നിന്നെയും വിശ്വസിച്ചു. പക്ഷേ 3 വർഷം മുന്നേ നിങ്ങളുടെ പേഷ്യൻ്റായ സോങ്ക്യുവിന്റെ കാര്യം ഞാൻ കേട്ടത് മരിക്കുന്ന ആ സമയം വരെ ജീവിക്കാൻ ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്ന ഒരാളാണ് അത് എന്നാണ്. എന്നിട്ടും ആ പേഷ്യന്റിന്റെ മേലെ നിങ്ങൾ യൂത്നേഷ്യ ചെയ്തു. ഇന്നലെ മരിക്കാൻ ആഗ്രഹിച്ച ഒരു പേഷ്യന്റിനെ നീ രക്ഷിച്ചു. സോങ്ക്യുവിന് ജീവിക്കാൻ ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിൽ പിന്നെ നീ എന്തിനാ എന്ന് ചോദിക്കുന്നതും യോഹാൻ, നിനക്കത് അറിയണോ എന്ന് ചോദിച്ച് ഷിയോങ്ങിന്റെ അടുത്തേക്ക് പോയി. പക്ഷെ എന്ത് ചെയ്യാനാ, ഞാനിപ്പോ മിസ്റ്റർ ജൂവിന്റെ ഡോക്ടറാണ്, സോങ്ക്യുവിന്റെ അല്ല. എന്റെ പേഷ്യന്റ് ഇപ്പൊ രോഗം എന്താണ് എന്നറിയാതെ ബെഡിൽ കിടക്കുവാണ്. എന്റെ കാര്യത്തിൽ നിനക്ക് കൺഫ്യൂഷൻ ആണെങ്കിൽ എന്നെ കെയർ ചെയ്യുന്നത് നീ നിർത്ത് എന്നവൻ പറയുന്നതോടുകൂടി ഈ എപ്പിസോഡ് ഇവിടെ തീരുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.